ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ആർക്കും ഇപ്പൊ നമ്മുടെ ഒരു വർത്താനം കൊണ്ട് ഒരാൾക്ക് കിട്ടാനുള്ള നന്മ തടയരുത്. അപ്പൊ നമ്മൾ പറയാണ്, അത് ഒരാൾ ചോദിക്കുകയാണ്, അറിയില്ല, നിങ്ങൾ അന്വേഷിച്ചോളുക, എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പൊ എന്നോട് ആളുകൾ ചോദിക്കുക, അച്ഛാ ആ കൊച്ചെങ്ങനുണ്ട്, ഞാൻ പറയില്ല, അഭിപ്രായം കഴിവതും പറയില്ല. കാരണം പറഞ്ഞാൽ പിന്നെ ഇതുങ്ങൾ പോയി കല്യാണം കഴിച്ചിട്ട് നാളെ ഇതുങ്ങളുടെ സ്വഭാവമല്ലേ, നാളെ പൂര അടിയായിട്ട് അങ്ങേരൊറ്റ ഒരുത്തന ഇതിനെല്ലാം കാരണം എന്നെ പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് സാധിക്കുന്നിടത്തോളം ഞാൻ അങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും ഇടപെടാതിരിക്കുന്നതാണ് ബുദ്ധി. കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറാ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ ഒരു പുത്രനെ പ്രസവിച്ചു. സാറായിൽ നിന്ന് ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രാഹാം പേരിട്ടു. കുഞ്ഞ് പിറന്നതിന്റെ 8-ാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രാഹാം അവന് പരിച്ഛേദനം കൊടുത്തു. ശ്രദ്ധിക്കേ, കുഞ്ഞ് പിറന്നു കഴിഞ്ഞപ്പോ, കാര്യം നടന്നു കഴിഞ്ഞപ്പോ ദൈവത്തെ മറന്നില്ല. മനസ്സിലായി? ഇതാണ് നമ്മളും അബ്രാഹവും തമ്മിലുള്ള വ്യത്യാസം. 8-ാം ദിവസം പരിച്ഛേദനം നടത്തി. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല. ഇപ്പൊ നിങ്ങൾ നോക്കിയോ, ഇപ്പൊ അനേകരെ കാണാം. ഇപ്പൊ ഏതാണ്ട് 8-9 ആഴ്ചയായിട്ട് മുടങ്ങാതെ വരുന്നുണ്ട്. ഒരു 9 ആഴ്ചയൊക്കെ വന്നു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുന്നു. പിന്നെ ഇതിലെ പല എണ്ണത്തെയും മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. എന്റെ അനുഭവം ഞാൻ പറയുന്നത്, കഴിഞ്ഞ 13 വർഷത്തെ എന്റെ അനുഭവം ഞാൻ പറയുകയാണ്. കാര്യം നടന്നു. 2 കാരണം കൊണ്ടാണ് ആളുകൾ വരാത്തത്. അതായത് ഒന്നാമത്തെ കാരണം ഇതാണ്, അതായത് ചില ആളുകൾക്ക് വരുമ്പോ തന്നെ ഒരു 3-4 ആഴ്ച വരുമ്പോ മനസ്സിലാവും നമ്മുടെ ഒരു പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലാവും. അപ്പൊ അവർക്ക് മനസ്സിലാവും നമ്മൾ വിചാരിച്ച ഒരു സംഭവം അല്ലിത്, നമ്മൾ വിചാരിച്ചത് അങ്ങ് അണക്കരയിലും അട്ടപ്പാടിയിലും ഒക്കെയാണ്, അതുകൊണ്ട് അതല്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾക്ക് അങ്ങനെ ഒരു പൊരുത്തം ഇല്ലാത്തതുകൊണ്ട് അവര് ഒരു 3-4 ആഴ്ച വന്നിട്ട് അവര് വിട്ടുപോകും. ചില ആളുകൾ വളരെ ആവേശത്തോടെ വരും. അവർക്ക് ഏതാണ്ട് ഇതൊക്കെ നടക്കുമെന്നൊരു ചെറിയ പ്രതീക്ഷയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വന്നിട്ട് അവർക്ക് ദൈവം അത്ഭുതകരമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊടുക്കും. അങ്ങനെ നടത്തിക്കൊടുത്താൽ പിന്നെ അവരെ കാണാനില്ല. പിന്നെ അവര് ഏത് വഴിക്ക് പോയെന്ന് യാതൊരു, പിന്നെ മഷിയിട്ട് നോക്കിയാ അവരെ കിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ തിരിച്ചു വരുമ്പോ വിശ്വാസം കണ്ടെത്തുമോ? ഈശോ ചോദിച്ചില്ലേ, ഞാൻ മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അബ്രാഹത്തിന്റെ പ്രത്യേകത, അബ്രാഹത്തിന് കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുഞ്ഞിന് പരിച്ഛേദനം ചെയ്യുന്ന കാര്യം മറന്നില്ല. 8-ാം ദിവസം പരിച്ഛേദനം നടത്തി. ഞാൻ മനുഷ്യന്റെ മെമ്മറിയെ കുറിച്ച് ഒറ്റ കാര്യം പറഞ്ഞിട്ട് നിർത്താം, ഈ ഭാഗം നിർത്താം. അതായത് നമ്മൾ എന്താ ഓർത്തിരിക്കുന്നതെന്നറിയാമോ? നമ്മൾ എന്ത് കാര്യം ഓർത്തിരിക്കുന്നേ? നമ്മൾ ഓർക്കുന്നതും മറക്കുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് നമ്മുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നതെല്ലാം നമ്മൾ ഓർക്കും. അപകടമാണ് ഞാൻ ഈ പറയുന്നത്, എങ്കിലും നിങ്ങൾ ഓർത്തോണം. നമ്മുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇട്ടിരിക്കുന്നത് നമ്മൾ ഓർക്കും. അല്ല, നമ്മുടെ മെമ്മറിയുടെ വിഷയമല്ലത്, നമ്മുടെ മനോഭാവത്തിന്റെ വിഷയമാണിത്, നമ്മുടെ വിഷയമാണിത്. അതായത് ഞാൻ ഒരു സ്ഥലത്ത് പോകുമ്പോ ഈ ബൈബിൾ എടുക്കാൻ മറക്കില്ല, മൊബൈൽ എടുക്കാൻ മറന്നാലും മറക്കില്ല, വാച്ച് എടുക്കാൻ മറന്നാലും ഇത് മറക്കില്ലെന്ന് പറഞ്ഞാൽ വേറെ എന്തെല്ലാം മറന്നിട്ടുണ്ടെന്നറിയാമോ? ഇവിടെ പാന്റ് ഇടാൻ മറന്ന ആളുകൾ എനിക്കറിയാം. പിന്നല്ലേ, ഞാനല്ല, വേറൊരാള് മറന്നിട്ടുണ്ട്. അപ്പോ അതൊക്കെ മറന്നു ആളുകള്. പക്ഷേ നമ്മുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടെടുത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് മറക്കില്ല. അപ്പോ ഇതൊരു ദൈവകാര്യം നമ്മൾ കൊന്തയെല്ലാം മറന്നുപോയി. എങ്ങനെ മറക്കുന്നേ? ദൈവത്തെ ആരാധിക്കാൻ മറന്നുപോയി, എങ്ങനെ മറക്കും? ബൈബിള് വായിക്കാൻ മറന്നുപോയി, എങ്ങനെ മറക്കും? മറന്നുപോയി എന്നൊരാൾ പറഞ്ഞ, ഓക്കെ, സമയം കിട്ടിയില്ല, പോട്ടെ, മറന്നുപോയി. കുർബാനയ്ക്ക് പോകുന്ന കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിലയെ നമ്മൾ ഇതിനിട്ടിട്ടുള്ളൂ, അത്ര ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് മനസ്സിൽ പ്രധാനപ്പെട്ടെടുത്ത് ഇട്ടിരിക്കുന്നതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തിരിക്കും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അബ്രഹാമിന്റെ ഒരു മനോഭാവം നമ്മൾ കാണുകയാണ്. അദ്ദേഹത്തിന് ദൈവകാര്യം, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ അങ്ങനെ നിസ്സാരമായിട്ട് മറന്നു കളയാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അദ്ദേഹം അതിനെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഹൃദയത്തിൽ ഇട്ടിരുന്നു. 8-ാം ദിവസം പരിച്ഛേദനം നടത്തി. ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇനി പറയണ്ട. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ സാറാ പറഞ്ഞു, സന്തോഷിക്കാൻ എനിക്ക് വക നൽകിയിരിക്കുന്നു, ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലി ചിരിക്കും. സാറാ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രഹാത്തോട് പറയുമായിരുന്നോ? ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു. കുഞ്ഞു വളർന്ന് മുലകുടി മാറി. അന്ന് അബ്രഹാം വലിയൊരു വിരുന്ന് നടത്തി. ഒക്കെ അറിയാവുന്ന കാര്യമല്ലേ.
അടുത്തതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ കുഞ്ഞ് വളർന്ന് ഈ കുട്ടിക്ക് ഒരു 6 വയസ്സായി. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഈ കുട്ടിക്ക് ഒരു 6 വയസ്സാവുമ്പോ ഈ ഇസ്മായേലിന് ഒരു 18 വയസ്സായി. 18, 19, ഒരു 13 വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഇവര് തമ്മില്. അപ്പൊ ഇസഹാക്കിന് ഒരു 6 വയസ്സായി, ഇസ്മായേലിന് ഒരു 19 വയസ്സായി. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹാഗാറിൽ നിന്ന് ജനിച്ച മകൻ തന്റെ മകൻ ഇസഹാക്കിന്റെ കൂടെ കളിക്കുന്നത് സാറാ കണ്ടു. 19കാരനും 6 വയസ്സുകാരനും കൂടെ കളിക്കുകയാണ്. അപ്പൊ ഇത് കളിക്കല്ല, ഇത് ശരിക്കുള്ള അതിന്റെ ഒറിജിനൽ വായിക്കുമ്പോ കളിച്ചെന്നല്ല, മറിച്ച് കളിയാക്കി എന്നാണ്. ഈ ഇസ്മായേല് ഇസഹാക്കിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാന് വലിയൊരു കാര്യം പറയാൻ പോവാണ്. നിങ്ങൾക്കിത് മനസ്സിലാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മനസ്സിലായാൽ ബൈബിളിലെ ഒത്തിരി കാര്യം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും. ഒരു 15 മിനിറ്റ് ഞാൻ എടുക്കും ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ. ചങ്ക് പറഞ്ഞു പോവും, എങ്കിലും ഞാൻ പറയാൻ പോവാണ്. ഞാനിങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി മാറ്റി ഇട്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്, എങ്കിലും ശ്രദ്ധിച്ചിരിക്കണം. കുറച്ചു പേർക്കെങ്കിലും പിടികിട്ടും. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ശരീരപ്രകാരം ജനിച്ചവൻ ആത്മാവിൽ നിന്ന് ജനിച്ചവനെ കളിയാക്കുക. ഇസ്മായേൽ ഒരു വശത്ത്, ഇസഹാക്ക് ഒരു വശത്ത്. ഇസ്മായേൽ ആരാണ്? ഇസ്മായേല് അബ്രാഹത്തിന്റെ ശക്തിയും സാറായുടെ ബുദ്ധിയും ചേർന്ന്, അബ്രാഹവും സാറായും അവരുടെ ശരീരം, അവരുടെ ബുദ്ധി, അതിൽ നിന്നുണ്ടായ സ്വന്തം കഴിവിൽ നിന്നുണ്ടായതാണ് ഇസ്മായേൽ. ഇസഹാക്ക് ആരാണ്? ഇസഹാക്ക് വാഗ്ദാനപ്രകാരം ജനിച്ച സന്തതിയാണ്, ആത്മാവിൽ നിന്ന് ജനിച്ചതാണ്. അതായത് ഇസഹാക്ക് മെഡിക്കൽ സയൻസ് പ്രകാരം ഉണ്ടാവില്ല. മെനോപ്പസ് എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തി നിൽക്കുന്ന സാറ മെഡിക്കലി കൺസീവ് ചെയ്യില്ല. അപ്പൊ ആ സ്റ്റേജിൽ നിന്ന് അവർക്ക് ഗർഭധാരണത്തിന് ശേഷിയില്ലാതിരിക്കുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ്. അതായത് മെഡിക്കൽ സയൻസ് പ്രകാരം പ്രഗ്നൻസി ഈസ് ഇംപോസിബിൾ. അപ്പൊ ആ സ്റ്റേജിലാണ് ദൈവം പ്രവർത്തിച്ച് ആത്മാവിൽ നിന്ന് ജനിക്കുന്നതാണിത് ഇസഹാക്ക്. ദൈവം ജനിപ്പിച്ചതാണ് ഇസഹാക്കിനെ, അബ്രാഹാം ജനിപ്പിച്ചതാണ് ഇസ്മായേലിനെ. സ്വന്തം ശരീരശക്തിയിൽ നിന്ന് ജനിച്ചവൻ, ശരീരപ്രകാരം ജനിച്ചവൻ ആത്മീയമായി ജനിച്ചവനെ പീഡിപ്പിക്കുകയാണ്. ഇസ്മായേല് ശരീരത്തിന്റെ പ്രതീകമാണ്, ഇസഹാക്ക് ആത്മാവിന്റെ പ്രതീകമാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രതീകമാണ് ഇസ്മായേൽ, ഒരു മനുഷ്യന്റെ ആത്മാവാണ് ഇസഹാക്ക്. ഈ ശരീരം, ഗലാത്യ ലേഖനത്തിൽ നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്, ഈ ശരീരം ആത്മാവിനെ പീഡിപ്പിക്കുന്നുണ്ട്, ശരീരം ആത്മാവിനെ ഞെരുക്കുന്നുണ്ട്. ആത്മാവ് വെളിപ്പെടാത്തത്, ആത്മീയത വെളിപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ശരീരപ്രകാരം ജനിച്ചവൻ ആത്മാവിൽ നിന്ന് ജനിച്ചവനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാവ് ജയിക്കാൻ, ആത്മീയത വളരാനുള്ള ഒരു വഴി എന്താന്ന് വെച്ചാല് ശരീരത്തെ നിയന്ത്രിക്കണം. ശരീരത്തിന് 3 സുഖം ആവശ്യമുണ്ട്. ഒന്നാമത്തെ സുഖം ഇതാണ്, ഭക്ഷണം. രണ്ടാമത്തെ സുഖമാണ് ഉറക്കം. മൂന്നാമത്തേതാണ് ജഡിക സുഖം, സെക്സ്. ഇത് 3 ശരീരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ശരീരം കൊതിച്ചുകൊണ്ടിരിക്കും, ശരീരത്തിന് എപ്പോഴും ഇത് വേണം. ഈ ആത്മാവ് ജ്വലിക്കണമെങ്കിൽ ഈ കാര്യത്തിൽ നിയന്ത്രണം വേണം. അതുകൊണ്ടാണ് ജാഗരണ പ്രാർത്ഥനയ്ക്ക് പവർ, അതുകൊണ്ടാണ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പവർ, അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബ്രഹ്മചര്യ ജീവിതത്തിന് പവർ ഉള്ളത് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇസ്മായേൽ ഇസഹാക്കിനെ പീഡിപ്പിച്ചു. ഒരർത്ഥം ഇതാണ്, ഒരർത്ഥം ശരീരം ആത്മാവിനെ എപ്പോഴും നിയന്ത്രിച്ചു ഞെരുക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ആത്മാവിന്റെ അവസ്ഥ ഇസ്മായേലിന്റെ അവസ്ഥയാണ്. 6 വയസ്സേ ഉള്ളൂ. ശരീരത്തിന് 56 വയസ്സായി, ആത്മാവിന് 6 വയസ്സായുള്ളൂ. ആത്മാവ് വളർന്നിട്ടില്ല. കാരണം എന്താണ്? ഈ ശരീരം ഇസ്മായേൽ എപ്പോഴും ഈ ഇസഹാക്കിനെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. എന്താണ് പഴയ നിയമം, എന്താണ് പുതിയ നിയമം? പഴയ നിയമം എന്ന് പറഞ്ഞാൽ സ്വന്തം ശക്തി കൊണ്ട് ദൈവകൽപ്പനകൾ അനുസരിക്കാൻ ശ്രമിച്ചവരുടെ പരിശ്രമത്തിന്റെ പേരാണ് പഴയ നിയമം.
ഏലിയ വിശുദ്ധനായിരുന്നു. ഏലിയ വിശുദ്ധ ജീവിതം നയിച്ചത് സ്വന്തം ശക്തി കൊണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണ്. പാപം ചെയ്യാതിരിക്കാൻ ഏലിയ തന്നോട് തന്നെ എപ്പോഴും വളരെ വളരെ ക്രൂരമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നു. ഉപവസിച്ചു, നടന്നു, പ്രാർത്ഥിച്ചു, ഗുഹയിലിരുന്നു. ഇങ്ങനെ സ്വന്തം പരിശ്രമം കൊണ്ട് നീതീകരണം പ്രാപിക്കാൻ, സ്വന്തം പരിശ്രമം കൊണ്ട് നിയമം പാലിക്കാൻ, കൽപ്പനകൾ പാലിക്കാൻ ശ്രമിച്ചവരുടെ ചരിത്രമാണ് പഴയ നിയമം. ശ്രദ്ധിച്ചിരിക്കണം, ഇത് മർമ്മപ്രധാനമാണ്, മർമ്മപ്രധാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ പലരും പഴയ നിയമത്തിലാണ്. സ്വന്തം പരിശ്രമം കൊണ്ട് നമ്മൾ നന്നാവാൻ ശ്രമിക്കുകയാണ്. സ്വന്തം പരിശ്രമം, നമ്മൾ ആരോടും ദേഷ്യപ്പെടരുത്, എല്ലാം നല്ലതായിട്ട് പെരുമാറണം, ആരുടെയും കുറ്റം പറയരുത്, പ്രാർത്ഥിക്കണം. സ്വന്തം പരിശ്രമം. ധ്യാനം കൂടി 4 ദിവസം നല്ല തീക്ഷ്ണത, 5-ാം ദിവസം ബാക്ക് ടു സ്ക്വയർ വൺ. ശങ്കരൻ അഗെയിൻ ഇൻ ദ കോക്കനട്ട് ട്രീ. വീണുപോയി ഈ സ്വന്തം പരിശ്രമം. ഉദാഹരണത്തിന് ഭാരതത്തിലെ ഒത്തിരി നല്ല സന്യാസിമാരുണ്ട് ഈ ഭാരതത്തില്. അവരെല്ലാം കഠിനാധ്വാനം ചെയ്ത്, ഞാനൊരു മനുഷ്യന്റെ ജീവിതം വായിച്ചു. അദ്ദേഹം എന്താ വെച്ചാല് നമുക്ക് കരച്ചിൽ വരും. കഷ്ടപ്പെടുകയാണ്, ഇങ്ങനെ വിശുദ്ധിയിലെത്താൻ വേണ്ടി, സാക്ഷാത്കാരത്തിലെത്താൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ പട്ടിണി കിടക്കുന്ന സമയത്ത് ഒരാളൊരു മാങ്ങാപ്പഴം കൊടുത്തു. അപ്പൊ ഈ മനുഷ്യൻ പറയണം, വലിയ പ്രഭു കുടുംബത്തിൽ ജനിച്ച ആളാണ്, ഈ മനുഷ്യന് ഒന്നുകൂടെ കിട്ടണമെന്നുണ്ട്, ഒന്നുകൂടെ. അപ്പൊ അയാൾ ഒരെണ്ണം കൂടെ തരുമോന്ന് അയാൾ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഭിക്ഷക്കാരാഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കുകയാണ്. അങ്ങനൊക്കെ കഷ്ടപ്പെട്ട് സാക്ഷാത്കാരം പ്രാപിക്കാൻ പരിശ്രമിച്ച സന്യാസിമാർ ഈ നാട്ടിലുണ്ട്. ഇതെല്ലാം പഴയ നിയമമാണ്, പഴയ നിയമമാണ്. അത് ഇപ്പൊ ഏലിയ, മോശ, ഏലീഷ, അവരെല്ലാം സ്വന്തം പരിശ്രമം കൊണ്ട് കർത്താവിന്റെ അടുത്തെത്തിയവരാണ്. പ്രിയപ്പെട്ടവര്, പുതിയ നിയമം എന്തെന്നറിയാമോ? പുതിയ നിയമം എന്ന് പറഞ്ഞാല് നീ കൂടുതലൊന്നും മെനക്കെട്ടില്ലേലും കൃപ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കൃപ കിട്ടിയാൽ നിന്റെ പരിശ്രമം ഇല്ലാതെ നിനക്ക് വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് കണ്ണിനെ നിയന്ത്രിക്കാൻ, കണ്ണടക്കം പാലിക്കാൻ പറ്റുന്നില്ല, കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കണ്ണ് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇങ്ങനെ പഴയ നിയമത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പരമാവധി കണ്ണടക്കം പാലിക്കണം, ഇത്രയും നോക്കാവൂല്ല, അങ്ങനെ അങ്ങോട്ട് പരിശ്രമിച്ച്. പ്രിയപ്പെട്ടവര്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, നിങ്ങൾ എത്രയോ പേരുടെ ജീവിതം എന്റെ മനസ്സിലുണ്ട്. ഓരോ നിമിഷാർത്ഥത്തിൽ ആത്മാവിന്റെ ഒരു തീ, കൃപയുടെ ഒരു തീ ഈ മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നു. പിന്നെ കണ്ണ് വിശുദ്ധീകരിക്കപ്പെട്ടു. സെക്കൻഡ് കൊണ്ട് നടക്കുന്ന കാര്യം ഇത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പാപങ്ങൾ ചെയ്യാതിരിക്കാൻ ശക്തി, ചില ബന്ധനങ്ങൾ അഴിക്കുന്ന ശക്തി, ചില അടിമത്തങ്ങൾ, തഴക്കദോഷങ്ങൾ, ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചിരുന്ന തഴക്കദോഷങ്ങൾ, അതിൽ നിന്നുള്ള വിമുക്തി, ഇതെല്ലാം കൃപയുടെ ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഉദാഹരണം ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. അതായത് പഴയ നിയമ ജനത സ്വന്തം പരിശ്രമം കൊണ്ട് പുണ്യപൂർണത പ്രാപിക്കാൻ ശ്രമിച്ച ഒരു സമൂഹം. അവരെന്താന്ന് വെച്ചാല് ഈ സൈക്കിൾ ചവിട്ടി വരുന്ന ആളുകൾ. അപ്പൊ നമ്മളിങ്ങനെ ഒരു വലിയൊരു കയറ്റം, അപ്പൊ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി നമ്മളിങ്ങനെ വരികയാണ്. അപ്പൊ കയറ്റാവുമ്പോഴേക്കും കുറച്ചു ഇങ്ങനെ നല്ല ചവിട്ടാന്നൊക്കെ വിചാരിച്ചു, ചവിട്ടി വന്നപ്പോ നല്ല കയറ്റായപ്പോ മടുത്തു. അങ്ങനെ നമ്മൾ സൈക്കിളിൽ നിന്നിറങ്ങി നിന്നിട്ട് ഉന്താൻ തുടങ്ങി. പഴയ നിയമ ജനതയുടെ കഥയാണിത്. ഉന്താൻ തുടങ്ങി, ഉന്തി കുറെ ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ ഉന്താനും വയ്യ. അങ്ങനെ നമ്മള് ഇത് ഒരു സൈഡിലേക്ക് ചരിച്ചിട്ടിട്ട് അങ്ങനെ അവിടെ കുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ അനേകായിരങ്ങൾ കുത്തിയിരുന്ന ഒരു സമയത്ത് ഇതാ ഒരു ടാങ്കർ ലോറി ഓടിച്ചുകൊണ്ട്, നല്ല നീട്ടി മുടി വളർത്തി, നല്ല താടിയൊക്കെ ഉള്ള, നല്ല നീലക്കണ്ണുള്ള ഒരു 33-കാരൻ ഒരു വലിയ ടാങ്കർ ലോറി ഓടിച്ചിങ്ങനെ വരികയാണ്. അവനിങ്ങനെ വന്നിട്ട് അവൻ ഇറങ്ങിയിട്ട് ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനിങ്ങനെ ഇവിടെ കിടക്കുന്ന, എന്താ കാര്യം? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളിങ്ങനെ വർഷങ്ങളായിട്ട് മോശയുടെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പരിശ്രമിച്ച് ഇങ്ങനെ കയറ്റം കയറി ഇവിടം വരെ എത്തി, മടുത്തുപോയി സാറേ, ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ലോറിയിൽ നിന്ന് ഓരോ ചെറിയ മോട്ടറുകൾ എടുത്തു, ഒരു ചെറിയ മെഷീൻ അതെടുത്തിട്ട് അവൻ അതിന്റെ ടൂൾസ് എല്ലാം എടുത്തോണ്ട് വന്ന് ഈ സൈക്കിളിൽ ഈ മെഷീൻ ഘടിപ്പിച്ചിട്ട് അതിന്റെ സ്വിച്ച് കാണിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതങ്ങോട്ട് ഈ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്താൽ ഈ മെഷീൻ പ്രവർത്തിക്കും. നിങ്ങൾ ചവിട്ടണ്ട, നിങ്ങൾ കയറി ഇരുന്നിട്ട് ഹാൻഡിൽ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി, ചെറുതായിട്ട് ഇതൊന്ന് അനക്കി കൊടുത്താൽ മതി, അതങ്ങ് പൊക്കോളും. പ്രിയപ്പെട്ടവര്, അതിന്റെ പേരാണ് പുതിയ നിയമം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ
യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കിലേക്ക് ചാഞ്ഞു നിന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കിലേക്ക് ഈ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചതി നിന്നും കയറ്റി. ഈ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചതി നിന്നും കയറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവന്റെയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവന്റെയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള അവരെനിക്ക് ചേർന്നവരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും യേശുവിനെയോ. എന്റെ കാൽകളെ എൻ ഗമനത്തെ, എന്റെ കാൽകളെ പാറമെത്തി. പിന്നെയോ പുതിയൊരു പാട്ട് എനിക്കുണർന്നു എൻ ദൈവത്തിന്. പുതിയൊരു പാട്ട് എനിക്കുണർന്നു എൻ ദൈവത്തിന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ഹല്ലേലൂയ. ശക്തിയും ബലവും യേശു നല്ലവൻ, യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവന്റെയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവന്റെയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ശക്തിയും ബലവും യേശുവിനെ.